കറിയ എന്ന് പറഞ്ഞ വ്ളോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല. ഇത് പിന്നെ എന്നതാണ് ഈ പ്രൊമോട്ട് ചെയ്തത്? മതിൽ പണിതത് മറന്നാണ്. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? സാജൻസ് കറി ചേട്ടൻ എല്ലാരെയും പേടിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ? ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നുമില്ലല്ലോ. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? എന്തിനീ കള്ളം പറയുന്നത്? ഇത് പ്രൊമോഷൻ അല്ലേ? സാജൻസ് കറിയ നിങ്ങൾ എനിക്ക് ഇത്ര മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ? കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ? അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നത്. കൊല്ലം സ്തുതിക്ക് കൊട്ടാരമായി നിർമ്മിച്ചു നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന്. 24 ഫ്ലവേഴ്സിനെ അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നു. അത് അവരോട് പ്രശ്നം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത്. അവരോട് പ്രശ്നം കൊണ്ട് പണി തന്ന ഇതിലാണ്. ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താഴോട്ട് പോകും. അതാണ് അവസ്ഥ. ഇത് വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവര് തന്നെ നയിക്കുന്നത്. രേണു സുധിയുടെ കരച്ചിൽ നിർത്തി. അത് സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ. രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ? അയാളൊരു യൂട്യൂബറേ ഉള്ളൂ. ഈ മതിലും ഒരടിയോളം ഇപ്പൊ മറിഞ്ഞാണ് നിൽക്കുന്നത്. ഇതാണ് ഈ നന്മ മരമാകുന്ന സാജൻ കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എപ്പോൾ വിളിച്ചു പറയുന്നു രേണു സുധിയുടെ നാവടക്കി. ഈ സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബറിന് എവിടെ ഈ അധികാരം കിട്ടിയത് നാവടക്കാൻ? വീടിന്റെ ചാനൽ സ്വന്തമായിട്ടുണ്ട്, അല്ലെ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ വെറും നികൃഷ്ടം എന്ന രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബർ ആയ ഈ സാജൻ കറിയൊക്കെ ആരാ? എന്നാ നന്മമരാ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. എന്നെ കാണുന്ന ഇത് കേൾക്കുന്ന നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിച്ച് നിങ്ങൾ കമന്റ് ഇടുകയോ എന്നെ തെറി വിളിക്കുകയോ എൻ്റെ മക്കളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിത് എൻ്റെ മനസ്സാക്ഷിക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ഓർക്കണം, ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ കാത്തിക്കെട്ടി ലോകത്ത് നിന്ന് മാറ്റപ്പെടാനാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. രണ്ട് കൈയെടുത്ത് തൊഴുത് പറയാ, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്.